അങ്ങനെ ഒരു കാര്യം എനിക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പം എവറി ഓപ്പർച്യൂണിറ്റി, ഇപ്പൊ ഈ അടുത്ത് വന്ന ഇപ്പൊ റഫ്താര എന്നുള്ള പാട്ടാണെങ്കിൽ തന്നെ ദീപക്കേട്ടനാണ് വിളിച്ചിട്ട് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചത്. അപ്പൊ അതെനിക്ക്, ഞാൻ ഒരിക്കലും അതൊരു ഭയങ്കര വലിയ കാര്യമായിട്ടോ ഒരു പ്ലസ് ആയിട്ടോ പറയുന്നതല്ല. പക്ഷെ എന്റെ ഒരു കരിയറിൽ ഇതാണ് സത്യം പറഞ്ഞ സംഭവിച്ചിട്ടുള്ളത്. പിന്നെയും എനിക്ക് തോന്നുന്നു ഞാൻ ട്രൈ ചെയ്തിട്ടുള്ളത് ഔട്ട്സൈഡ് ഓഫ് മലയാളമാണ്. തമിഴിലൊക്കെ ഒരു ഈ പറയാം, തമിഴിലൊക്കെ വളരെ വലിയ ഇൻഡസ്ട്രിയാണ്. അവിടെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുക എന്നുള്ളത് നമ്മളെ ഒരിക്കലും ഓപ്പർച്യൂണിറ്റി ഇങ്ങോട്ട് തേടി വരില്ല. അപ്പോ എനിക്ക് തോന്നുന്നു തമിഴിലൊക്കെ ഞാൻ ഡെഫിനറ്റ്ലി ഞാൻ ഇപ്പൊ ഹാരിസ് സാർ ആണെങ്കിലും യുവൻ സാർ ആണെങ്കിലും അവരൊക്കെ ഞാൻ പോയി കണ്ടിട്ടുണ്ട്, ഡെഫിനറ്റ്ലി കണ്ടിട്ടുണ്ട്. എന്റെ അപ്പോഴത്തേക്കും എനിക്കൊരു ഡെമോ ആയി, മലയാളത്തിൽ പാടിയ പാട്ടുകളുടെ ഒരു ഡെമോ ആയി, അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ മലയാളത്തിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അങ്ങനെ ആക്ച്വലി ചെയ്യേണ്ടി വന്നിട്ടില്ല.